തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതാവായി ഉദയനിധി സ്റ്റാലിൻ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതാവായി മുൻ മന്ത്രി കെ.എൻ. നെഹ്റു ആണ് ഉണ്ടാവുക. ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഉദയനിധിയെ DMK-യുടെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തത്. സുജിത് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുജിത്, എന്തായാലും സ്റ്റാലിൻ അടക്കം പരാജയപ്പെട്ട ഒരു സ്ഥിതിയിലാണ് ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, വിജയിയെ പോലെ തന്നെ ഉദയനിധി സ്റ്റാലിനും ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൂടിയുണ്ട്. അപ്പോൾ ഇനി എന്തായാലും തമിഴ്നാട്ടിലെ സർക്കാർ ഒരു സിനിമാറ്റിക് സർക്കാരാകുമോ? ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം എത്രമാത്രം ശക്തമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുക? വളരെ ശക്തമായ പ്രതിപക്ഷം തന്നെ ഏതായാലും തമിഴ്നാട്ടിലുണ്ടായിരിക്കും. കാരണം നേരിയ ഭൂരിപക്ഷത്തിലാണല്ലോ വിജയ് ഭരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാലിൻ പരാജയപ്പെട്ടപ്പോൾ തന്നെ ഏതാണ്ട് ഉദയനിധി ആയിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം സ്റ്റാലിനോട് ഉദയനിധി ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിക്ക് അതിൻ്റെതായ ചട്ടക്കൂടുണ്ട്, സീനിയർ നേതാക്കളുമായിട്ടുള്ള കൂടിയാലോചനകൾക്കൊക്കെ ശേഷമായിരിക്കും അത് തീരുമാനിക്കുക എന്ന് പറഞ്ഞു. ഇന്ന് അണ്ണാ അറിവാലയത്തിൽ ചേർന്ന യോഗത്തിലാണ് ഉദയനിധിയെ DMK-യുടെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തത്. അതിനർത്ഥം ഉദയനിധി സ്റ്റാലിൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ്. നിലവിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു സ്റ്റാലിൻ സർക്കാരിൽ ഉദയനിധി സ്റ്റാലിൻ. ചെപ്പോക്ക് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണയും DMK-യുടെ സ്ഥിരം മണ്ഡലമാണ് അത്. 7000-ലധികം വോട്ടുകൾക്കാണ് ഇത്തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ഉദയനിധിയും പിന്നിൽ നിന്നതിന് ശേഷമാണ് മുന്നിലേക്ക് വന്ന് ഭൂരിപക്ഷം നേടി ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ ഇത്തവണ പ്രതിപക്ഷ ഉപനേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് മന്ത്രി കെ.എൻ. നെഹ്റുവിനെയാണ്. സ്റ്റാലിൻ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ നഗരകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ജലവിതരണവും അദ്ദേഹമായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. സീനിയർ നേതാവാണ് കെ.എൻ. നെഹ്റു. സ്റ്റാലിൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ പ്രതിപക്ഷ ഉപനേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഏതായാലും 17ാം തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനം നാളെയാണ്. അതിന് തൊട്ടു മുമ്പാണ് ഈ യോഗം ചേർന്ന് തെരഞ്ഞെടുത്തത്. നാളെ എല്ലാ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേക്കും. ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പ് സെക്രട്ടേറിയറ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി K. ശ്രീനിവാസൻ വൈകുന്നേരം പുറത്തിറക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ നാളെ ശരി സുജിത് ചന്ദ്രൻ, എന്തായാലും തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ വിവരങ്ങളാണ് സുജിത്ത് നൽകിയത്.